ഹായ് ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് ചമ്മന്തിയാണ്. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി തന്നെയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ മന്തി റൈസിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തി തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് തന്നെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങയാണ്. തേങ്ങ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ഇത്രക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഒരു പകുതി മുറി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്, മല്ലിയില. മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളിയുടെ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ അതിൻ്റെ ടേസ്റ്റ് കൂടി വരും, മുന്നിട്ട് നിൽക്കും. ചെറിയ 3 വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീട്രൂട്ടും തേങ്ങയൊക്കെ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവുണ്ട്. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി തന്നെയാണിത്. ഇനി നമ്മുടെ ഒരു തേങ്ങ ഈ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തേങ്ങ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് തന്നെ എടുക്കാം. ഇനി ഒരു ബീട്രൂട്ട് നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ മുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചമ്മന്തിയിലേക്ക് കുറച്ച് കൂടുതൽ മുളകുണ്ടെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സുർക്കയാണ്. സുർക്ക കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സുർക്ക നിങ്ങൾക്ക് നിങ്ങളുടെ പുളിക്കനുസരിച്ച് തന്നെ കുറച്ചും കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കറിക്ക് അരക്കുന്ന രീതിയിലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയാകും ചമ്മന്തിക്ക്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കറിക്ക് അരയണ മാതിരിയൊന്നും ചമ്മന്തിക്ക് അരയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തന്നെ ഒന്ന് ഇങ്ങോട്ട് അരച്ചെടുത്താൽ മതിയാകും. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തിടാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി തന്നെയാണിത്. അതുപോലെ മന്തിയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയും മറ്റ് എല്ലാ റൈസിൻ്റെ കൂടെയും നമുക്ക് ഒരുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റിയും കൂടി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്